600 ഗ്രാം ചെറുപയറാണ് വറുത്ത് പൊടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെറുപയർ പായസത്തിനാണത്. ഇതിങ്ങനെ അടച്ചിട്ടേക്കിട്ടെ വേവട്ടെ. എന്നിട്ട് ചവ്വരി, ഇത് ചവ്വരിയാണ്, 100 ഗ്രാം ചവ്വരി. അരക്കിലോ ശർക്കര, ഇത് 1/2 കിലോ ശർക്കരയാണിത്, ഉരുക്കി വെച്ചേക്കുകയാണ്. പിന്നെ ഇതെല്ലാം ചേർന്ന് വരുന്നതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുക്കാൻ പോകുന്നു. കൊത്ത് മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് നമ്മൾ ചവ്വരിയും പാലും കാച്ചി വെച്ചിരുന്ന ഏലക്കായും ഇട്ടത് ചേർക്കുകയാണ്. ശർക്കര ചേർക്കുകയാണ്. അതിലേക്ക് വേവിച്ച് വെച്ചിരുന്നത്, എൻ്റെ മുഖത്ത് പയർ വേവിച്ച് വെച്ചിരുന്നത് ചേർക്കുകയാണ്. ചെറുപയറാണ്, കണ്ടല്ലേ, ഇത് കാണിച്ചതല്ലേ. ഇനി ഇതിൽ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ചേർക്കുകയാണ്. എൻ്റെ വിഷു പ്രമാണിച്ചുള്ള ചെറുപയർ പായസം റെഡിയായിട്ടുണ്ട്. ചെറുപയർ, ചവ്വരി, പാല്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്, ഇത്രയാണത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അമർത്തുക.